പുനർനിർമ്മിച്ച ബീഹാറിലെ നാളന്ദ സർവകലാശാല ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:45 പ്രധാനമന്ത്രി നാളന്ദയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കും. ഉദ്ഘാടന ചടങ്ങിൽ 17 രാജ്യങ്ങളുടെ എംബസി മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, എപ്പോഴാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തുക? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പുനർനിർമ്മിച്ച ബീഹാറിലെ നാളന്ദ സർവകലാശാല ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:45 പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നാളന്ദയുടെ അവശേഷിപ്പുകൾ അദ്ദേഹം സന്ദർശിക്കും. ഉദ്ഘാടന ചടങ്ങിൽ 17 രാജ്യങ്ങളുടെ എംബസി മേധാവികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഗൗതം, കേൾക്കാമെങ്കിൽ തുടരാം. ദേവിക, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്കാണ് എത്തുന്നത്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം തൻ്റെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ എത്തുകയും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഒപ്പം ദശാശ്വമേധ ഘാട്ടിൽ ഗംഗാ ആരതിയിൽ പങ്കെടുത്തു. കൂടാതെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ വിതരണം ചെയ്യുന്ന കർഷകരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതിനുശേഷം ഇന്നും വളരെ ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. നളന്ദയിൽ പുനർനിർമ്മിച്ച സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് നളന്ദ സർവകലാശാല എത്തിയിരുന്നു. ഒപ്പം കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ സംയുക്തമായാണ് ഇത്തരത്തിൽ ഒരു സർവകലാശാലയുടെ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സർവകലാശാല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഗുപ്തന്മാർ നിർമ്മിച്ച ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സർവകലാശാല. അതായത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നളന്ദയിലേക്കും തക്ഷശിലയിലേക്കുമൊക്കെ അന്ന് ആളുകൾ വിദ്യ തേടി എത്തുകയും ഭാരതത്തിൻ്റെ അറിവിൻ്റെ നിറകുടം അത് ലോകത്തിന് മുഴുവൻ പകർന്നു നൽകപ്പെട്ടത് നളന്ദ, തക്ഷശില, വിക്രമശില ഒക്കെ പോലെയുള്ള സർവകലാശാലകളിലൂടെയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി തലയെടുപ്പോടെ നിലനിന്നിരുന്ന ആ സർവകലാശാല 12-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിം അധിനിവേശ ശക്തികൾ തകർത്ത് എറിയുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുവാനുള്ള കേന്ദ്രങ്ങളുമെല്ലാം അന്നത്തെ അധിനിവേശ ശക്തികൾ തകർത്തെറിഞ്ഞു. പിന്നീട് പല കാലഘട്ടങ്ങളിൽ ഈ സർവകലാശാല പുനർനിർമ്മിക്കണം എന്ന വികാരം ഭാരതത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിരുന്നു. പക്ഷേ പലപ്പോഴും സ്വാതന്ത്ര്യത്തിന് ശേഷവും അധികാരത്തിലിരുന്ന സർക്കാരുകൾ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല, അതിനൊന്നും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്തായാലും ഈ ദിവസം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് 12-ാം നൂറ്റാണ്ടിൽ അധിനിവേശ ശക്തികൾ തകർത്തെറിഞ്ഞ നളന്ദ സർവകലാശാല, ആ നളന്ദ സർവകലാശാല തകർത്ത ആ പ്രദേശത്തല്ല, അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ ക്യാമ്പസ് ഒരുങ്ങുന്നത്. ഏതാണ്ട് 40ഓളം ക്ലാസ് മുറികളുള്ള 2 പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ അടങ്ങുന്ന 2000ഓളം വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുതിയ സർവകലാശാല ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് അധിനിവേശ ശക്തികൾ തകർത്ത ഓൾഡ് നളന്ദ സർവകലാശാല, അതായത് യഥാർത്ഥ നളന്ദ സർവകലാശാലയുടെ ബാക്കി പത്രം ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ എത്തിയിട്ടുള്ള ആളുകൾക്കറിയാം, നമുക്ക് ആ പഴയ സർവകലാശാല കാണാൻ സാധിക്കും. അവിടെ അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ആ വിശാലമായ ഭാരതത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന ആ പഴയ സർവകലാശാല സന്ദർശിച്ച ശേഷം, തകർത്തെറിഞ്ഞ സർവകലാശാല സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം പിന്നീട് ഈ പുനർനിർമ്മിച്ചിട്ടുള്ള പുതിയ സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. ദേവിക, ഗൗതം, ഉദ്ഘാടനം കൂടാതെ മറ്റെന്തെങ്കിലും പ്രത്യേക പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, ബീഹാറിലെ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്നത് ഈ പുനർനിർമ്മിച്ച സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മമാണ്. അതല്ലാതെ മറ്റ് രാഷ്ട്രീയ പരിപാടികളിൽ ഇന്ന് ബീഹാറിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. മറ്റൊരു സവിശേഷത, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ബീഹാർ സന്ദർശനമാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ
അതിഗംഭീരമായ പ്രചരണം അത് അവസാനിച്ചിട്ട് ഏതാണ്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടും ആഴ്ചകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. അതിനാൽ ഇന്നലെ അദ്ദേഹം UP സന്ദർശനം നടത്തി. ഈ അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഭാരതത്തിലെ സംസ്ഥാനങ്ങളുടെ പര്യടനത്തിനകത്ത് ആദ്യം അദ്ദേഹം ഉൾക്കൊള്ളിച്ചത് ഉത്തർപ്രദേശും ബീഹാറുമാണ്. അതിൽ UP യിലെ സ്വന്തം മണ്ഡലത്തിൽ ഇന്നലെ എത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗംഗാ ആരതിയിലും ഒപ്പം കാശി വിശ്വനാഥന്റെ ജ്യോതിർലിംഗത്തിൽ അദ്ദേഹം പൂജയും ആരതിയും ഒക്കെ നടത്തി. കൂടാതെ കർഷകരുടെ പൊതുപരിപാടിയിൽ സംസാരിച്ചു. വാരണാസിയിലെ BJP നേതൃത്വവുമായി പ്രത്യേക ചർച്ചകളും മറ്റും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ബീഹാറിലും BJPയുടെ പരിപാടികളിൽ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ 2 മാസക്കാലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം റാലികളെ ബീഹാറിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതാണ്. അതിനാൽ ബീഹാറിലെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപരിപാടി ഈ പുനർനിർമ്മിച്ച നളന്ദയുടെ ഉദ്ഘാടന കർമ്മം തന്നെയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന NDA നേതാക്കളുമെല്ലാം ഇന്നത്തെ ഈ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ദേവിക. റൈറ്റ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.